ആമുഖം. പച്ചപ്പണിഞ്ഞ ഓർമ്മകളിലെ ഒരു കാർഷിക ഗാഥ. നഗരവൽക്കരണത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് നഷ്ടമായത് ശാന്തസുന്ദരമായ ഒരു പഴയകാല സംസ്കാരമാണ്. പുലർച്ചെ കിളികളുടെ പാട്ടും കേട്ടുണർന്നിരുന്ന മണ്ണും മനുഷ്യനും കന്നുകാലികളും ഒരേ മനസ്സോടെ അധ്വാനിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ കഥ. പാടത്ത് ഉഴുതുമറിക്കുന്ന കാളകളും കുളക്കടവിൽ വെള്ളം കുടിക്കുന്ന പോത്തുകളും വീട്ടുമുറ്റത്ത് കളിച്ചു നടക്കുന്ന ആടുകളും പശുക്കളും ചേർന്ന ആ മനോഹരമായ കുടുംബചിത്രം വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും വലിയൊരു പാഠമാണ്. കൊയ്ത്തുപാട്ടുകൾ മുഴങ്ങുന്ന പാടശേഖരങ്ങളിൽ നിന്നും ഐശ്വര്യം പടിവാതിൽ കടന്നുവരുന്ന ആ പഴയ തറവാട്ടിലെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പടച്ചവൻ തന്നൊരു കനിവല്ലോ, പാടം നിറഞ്ഞൊരു കതിരല്ലോ, കുടുംബം പുലരാൻ വിയർപ്പല്ലോ, നല്ല കുളിരുള്ള കാറ്റും തുണയല്ലോ, ഒത്തൊരുമിച്ചങ്ങ് കൊയ്തല്ലോ, നമ്മൾ മുറ്റത്തെ വൈക്കോൽ കുന്നല്ലോ. പണ്ട് പുഴക്കരയിലെ കൊച്ചു വീട്ടിൽ കൃഷിയും കന്നുകാലികളും എല്ലാം ചേർന്ന് ഒരു വലിയ കുടുംബം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും അവർ അതിരാവിലെ എഴുന്നേറ്റ് പശുക്കളെയും ആടുകളെയും കാളകളെയും പോത്തുകളെയും ഒക്കെ അവയ്ക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും സ്നേഹവും കൊടുത്തു നല്ലപോലെ നോക്കിയിരുന്നു. അവിടെ ഓരോരുത്തർക്കും അവരുടേതായ ജോലികൾ ഉണ്ടായിരുന്നു. അതിരാവിലെ തന്നെ പശുക്കളെ കറക്കാൻ തുടങ്ങും. ഇതിനിടയിൽ അവിടെയുള്ള മറ്റുള്ളവർ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കൃഷിയിടത്തിലേക്ക് കൊയ്ത്തിനായി പോകുന്ന കാഴ്ച വളരെ ഭംഗിയുള്ള ഒന്നു തന്നെയായിരുന്നു. അവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം കൊയ്ത്തിനായി തയ്യാറാകും. ഓരോരുത്തരും തോളിൽ കലപ്പയും കയ്യിൽ അരിവാളുമായി കൊയ്ത്തിനായി കാത്തിരിക്കും. അങ്ങനെ അവിടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് പാടത്തു പണി തുടങ്ങും. കൊയ്ത്തിനിടയിൽ അവിടെയുള്ള പോത്തുകളും കാളകളും ഒരുപാട് സഹായിക്കും. പോത്തുകളെയും കാളകളെയും പാടത്ത് നിലം ഉഴുതുമറക്കാനായിട്ട് ഉപയോഗിക്കും. പോത്തുകളെയും കാളകളെയും ഉപയോഗിച്ചു നിലം ഉഴുതുമറിക്കുന്നത് കൃഷി കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. കുറേ നേരത്തെ കൊയ്ത്തിന് ശേഷം അവരെല്ലാവരും കൂടി അവിടെ അടുത്തു ഉള്ള മാവിന്റെ തണലിൽ ഒത്തുകൂടി ഭക്ഷണം കഴിക്കും. ആ മാവിന്റെ തണലിൽ ഇരുന്നു അല്പം വിശ്രമിച്ച ശേഷം വീണ്ടും കൃഷിയിടത്തിലേക്ക് ജോലി ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം വൈകുന്നേരം അവരെല്ലാവരും കൊയ്ത്തു കഴിഞ്ഞ് പശുക്കളെയും ആടുകളെയും പോത്തുകളെയും എല്ലാം കൂട്ടി അവർ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങും. വീട്ടിലെത്തിയ ശേഷം അവരെല്ലാവരും ഒരുമിച്ചിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം അവിടെ ഇരുന്നു പഴയകാല കഥകളെക്കുറിച്ച് സംസാരിക്കും. കുറച്ചു നേരമൊക്കെ സംസാരിച്ചിരുന്നു അവർ ഉറങ്ങാൻ കിടക്കും. ഇങ്ങനെ ഒരു കുടുംബം എല്ലാവർക്കും ഒരു സന്തോഷവും അതുപോലെ എല്ലാവരിലും സ്നേഹം നിറയ്ക്കുന്ന ഒന്നു തന്നെയാണ്. ഇങ്ങനെയൊരു കുടുംബത്തിൽ നമുക്ക് ജീവിക്കാൻ തോന്നുകയേ ഉള്ളൂ. അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല, അവിടെയുള്ള പശുക്കളെയും ആടുകളെയും പോത്തുകളെയും കാളകളെയും എല്ലാം നോക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഉണ്ടാകുന്നത്. കൊയ്ത്തിന് തയ്യാറെടുക്കുന്ന ഓരോ ദിവസങ്ങളിലും അവർക്കൊരു പ്രത്യേക ആവേശമാണ്. അവിടുത്തെ ഓരോ ദിവസങ്ങളിലുമുള്ള ഓരോ ജോലികളും മറ്റുള്ളവർക്ക് ഒരു അനുഭവം തന്നെയാണ്. അവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ചേർന്നാണ് ഓരോ ദിവസവും പാടങ്ങളിൽ പണിയെടുക്കുന്നത്. അങ്ങനെയൊരു സ്നേഹമുള്ള കുടുംബത്തിൽ ജീവിക്കാൻ എല്ലാവരും കൊതിക്കും. അവിടെയുള്ള ഓരോ ദിവസങ്ങളിലും അവിടെ കൃഷി മാത്രമല്ല അവർ ചെയ്യുന്നത്, അതിനോടൊപ്പം തന്നെ അവിടെയുള്ള പശുക്കളെയും ആടുകളെയും കാളകളെയും പോത്തുകളെയും ഒക്കെ നോക്കുന്നുണ്ട്. അവിടെയുള്ള പശുക്കളെ കറക്കുന്നു, അവയ്ക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നു, കാളകളെയും പോത്തുകളെയും കൃഷിക്ക് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയാണ്. അങ്ങനെ ഒരു സ്നേഹവും സന്തോഷവും ഉള്ള കുടുംബത്തിൽ ജീവിക്കാൻ തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. അവർക്ക് പശുക്കളോട് മാത്രമല്ല സ്നേഹമുള്ളത്, അവിടെയുള്ള എല്ലാവരോടും സ്നേഹമാണ്. കൊയ്ത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയങ്ങളിൽ അവർക്ക് വലിയ സന്തോഷമാണ്. അവിടെയുള്ള ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും കൂടി കൊയ്ത്തിന് പാടത്തിറങ്ങും. ഇതൊക്കെ ഒരു മനോഹരമായ കാഴ്ചയാണ്. കൃഷിയും കന്നുകാലികളും എല്ലാം ചേർന്ന ഒരു വലിയ കുടുംബം ഉണ്ടാകുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാകുന്നുണ്ട്. എല്ലാവരോടും സ്നേഹമുള്ള ആ കൊച്ചു കുടുംബത്തിൽ ജീവിക്കാൻ നമുക്ക് തോന്നാത്തവരുണ്ടാകില്ല. പടച്ചവൻ തന്നൊരു കനിവല്ലോ, പാടം നിറഞ്ഞൊരു കതിരല്ലോ, കുടുംബം പുലരാൻ വിയർപ്പല്ലോ, നല്ല കുളിരുള്ള കാറ്റും തുണയല്ലോ, ഒത്തൊരുമിച്ചങ്ങ് കൊയ്തല്ലോ, നമ്മൾ മുറ്റത്തെ വൈക്കോൽ കുന്നല്ലോ. കൊയ്തല്ലോ കൊയ്തല്ലോ കതിരല്ലോ, പൊൻകതിർ വിളയുന്ന വയലല്ലോ, ചിങ്ങം പിറന്നൊരു പുലരിയിൽ നമ്മൾ ചിരി തൂകി നിൽക്കുന്ന നേരത്തോ.
പടച്ചവൻ തന്നൊരു കനിവല്ലോ, പാടം നിറഞ്ഞൊരു കതിരല്ലോ. കുടുംബം പുലരാൻ വിയർപ്പല്ലോ, നല്ല കുളിരുള്ള കാറ്റും തുണയല്ലോ. ഒത്തൊരുമിച്ചങ്ങ് കൊയ്തല്ലോ, നമ്മൾ മുറ്റത്തെ വൈക്കോൽ കുന്നല്ലോ. തേയ് തക തേയ് തക തേയ് തക തേയ്. പടച്ചവൻ തന്നൊരു കനിവല്ലോ, പാടം നിറഞ്ഞൊരു കതിരല്ലോ. കുടുംബം പുലരാൻ വിയർപ്പല്ലോ, നല്ല കുളിരുള്ള കാറ്റും തുണയല്ലോ. ഒത്തൊരുമിച്ചങ്ങ് കൊയ്തല്ലോ, നമ്മൾ മുറ്റത്തെ വൈക്കോൽ കുന്നല്ലോ. തേയ് തക തേയ് തക തേയ് തക തേയ്. കൊയ്തല്ലോ കൊയ്തല്ലോ കതിരല്ലോ. തേയ് തക തേയ് തക തേയ് തക തേയ്. പൊൻകതിർ വിളയുന്ന വയലല്ലോ. ചിങ്ങം പിറന്നൊരു പുലരിയിൽ നമ്മൾ ചിരി തൂകി നിൽക്കുന്ന നേരത്തോ. മുറ്റത്തെ പുഴുക്കലരി മണം. കൊയ്ത്തുകഥയുടെ ബാക്കി. സ്നേഹത്തോടെ വരും കാലങ്ങളിലേക്ക്. മണ്ണും മനസ്സും ഒരുപോലെ പച്ചപ്പണിഞ്ഞു നിന്നിരുന്ന ആ പഴയ കാലത്തിന്റെ ഓർമ്മകൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്മ നിറഞ്ഞ ഇത്തരം കഥകളും ചരിത്രങ്ങളും ഇനിയും ഒട്ടേറെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ കൊച്ചു ലോകത്തിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പിന്തുണയും പുതിയ കഥകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് വലിയ കരുത്താണ്. കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. വിവരണം. ഇമേജ് ഡിസ്ക്രിപ്ഷൻ. ചിങ്ങമാസത്തിലെ ആ പൊന്നരിവാൾ വെളിച്ചത്തിൽ നെൽപ്പാടത്തിന്റെ മടിത്തട്ടിൽ ഒത്തൊരുമയോടെ നിൽക്കുന്ന ഒരു കർഷക കുടുംബം. പാരമ്പര്യത്തിന്റെ തനതായ വേഷവിധാനങ്ങളും തട്ടവും തൊപ്പിയും അവരുടെ മുഖത്തെ സന്തോഷവും കൊയ്ത്തുപാട്ടിന്റെ ഈണങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മണ്ണിൽ പണിയെടുത്തവരുടെ സന്തോഷവും കന്നുകാലികളുടെ സഹായവും ഈ ചിത്രത്തിൽ ഭംഗിയായി പകർത്തിയിരിക്കുന്നു. കതിരുകൾ കൊയ്തെടുക്കുന്ന നിമിഷത്തിലെ ആ പഴയകാലത്തിന്റെ നന്മയും ആവേശവും ഈ ചിത്രം കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നു. വിവരണം. ഇമേജ് ഡിസ്ക്രിപ്ഷൻ. ചിങ്ങമാസത്തിലെ ആ പൊന്നരിവാൾ വെളിച്ചത്തിൽ നെൽപ്പാടത്തിന്റെ മടിത്തട്ടിൽ ഒത്തൊരുമയോടെ നിൽക്കുന്ന ഒരു കർഷക കുടുംബം. പാരമ്പര്യത്തിന്റെ തനതായ വേഷവിധാനങ്ങളും തട്ടവും തൊപ്പിയും അവരുടെ മുഖത്തെ സന്തോഷവും കൊയ്ത്തുപാട്ടിന്റെ ഈണങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മണ്ണിൽ പണിയെടുത്തവരുടെ സന്തോഷവും കന്നുകാലികളുടെ സഹായവും ഈ ചിത്രത്തിൽ ഭംഗിയായി പകർത്തിയിരിക്കുന്നു. കതിരുകൾ കൊയ്തെടുക്കുന്ന നിമിഷത്തിലെ ആ പഴയകാലത്തിന്റെ നന്മയും ആവേശവും ഈ ചിത്രം കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ വീഡിയോയ്ക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും ഇത് നല്ലൊരു സ്മരണകളും നന്മ നിറഞ്ഞ കഥകളും. ഞങ്ങളുടെ ഈ സംരംഭം നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മനോഹരമായ ഏടുകളെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. കൃഷിയും കന്നുകാലികളും സ്നേഹവും നിറഞ്ഞ ആ പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന കഥകൾ, ചരിത്രങ്ങൾ, മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങൾ എന്നിവ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. മണ്ണിൽ പണിയെടുത്ത കർഷകന്റെയും സ്നേഹം വിളമ്പിയ ഉമ്മച്ചിമാരുടെയും ആ പഴയ കാലത്തെ നന്മകൾ വീണ്ടും ജീവൻ വെക്കുന്ന ഒരിടം. ഞങ്ങളുടെ ഈ യാത്രയിൽ പങ്കുചേരാനും പ്രോത്സാഹിപ്പിക്കാനും ദയവായി ഞങ്ങളെ പിന്തുണയ്ക്കുക. മുറ്റത്തെ പുഴുക്കലരി മണം. കൊയ്ത്തുകഥയുടെ ബാക്കി. കൊയ്ത്ത് കഴിഞ്ഞ് മുറ്റം നിറയെ നെല്ല് കുന്നുകൂട്ടിയിട്ടാൽ പിന്നെ ഉമ്മച്ചിമാർക്ക് വിശ്രമമില്ലാത്ത നാളുകളാണ്. തറവാട്ട് മുറ്റത്ത് വലിയ ചെമ്പുകളിൽ വെള്ളം തിളച്ചു തുടങ്ങും. പുകയുന്ന അടുപ്പിന് ചുറ്റും അയൽപ്പക്കത്തെ പെണ്ണുങ്ങളും കൂടും. വലിയ കൊട്ടകളിൽ നെല്ല് വാരിയെടുത്ത് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്നതോടെ മുറ്റം മുഴുവൻ വെന്ത നെല്ലിന്റെ ആ സുഗന്ധം പടരും. മക്കളെ, ആ വിറകങ്ങോട്ട് നീക്കിവെക്ക് എന്ന് ഉമ്മച്ചി വിളിച്ചു പറയുമ്പോൾ കുട്ടികളായ ഞങ്ങൾ ആ പുകയ്ക്കിടയിലൂടെ ഒട്ടി നടക്കും. പാതി വെന്ത നെല്ല് വലിയ തടുക്കുകളിൽ നിരത്തിയിടാൻ എല്ലാവരും കൂടും. മുറ്റം മുഴുവൻ സ്വർണ്ണ നിറത്തിൽ നെല്ല് നിരന്നു കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. പിന്നെ വെയിലിന്റെ കളിയാണ്. നെല്ല് ശരിക്കും ഉണങ്ങണം. ഇടയ്ക്കിടെ കാലുകൊണ്ട് നെല്ലിളക്കി മറിക്കുമ്പോൾ കാലിന്റെ തള്ളവിരലിനിടയിൽ നെല്ലിന്റെ ആ തരിപ്പും ചൂടും അനുഭവപ്പെടും. ഉണങ്ങിയ നെല്ല് പത്തായത്തിലേക്ക് മാറ്റുന്നതിന് മുൻപ് അതൊന്ന് കുത്തിയെടുക്കണം. യന്ത്രങ്ങൾ വരുന്നതിന് മുൻപ് ഉരലും ഉലക്കയുമായിരുന്നു താരം. ഉമ്മച്ചിമാർ ഒന്നിച്ചു നിന്ന് ഉലക്ക വീശി നെല്ല് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ താളം ഠിം ഠിം, അതൊരു പ്രത്യേക സംഗീതം തന്നെയാണ്.
തുണി കൊണ്ട് തലക്കെട്ട് കെട്ടി വിയർപ്പൊഴുക്കി അവർ നെല്ല് കുത്തുമ്പോൾ ഇടയ്ക്ക് പഴയ മാപ്പിളപ്പാട്ടുകൾ മൂളും. കുത്തിയെടുത്ത് അരിമുറത്തിലിട്ട് പാറ്റിയെടുക്കുമ്പോൾ തവിടും ഉമിയും കാറ്റിൽ പറന്നുപോകും. അവസാനം മുറത്തിൽ ബാക്കിയാകുന്ന ആ വെളുത്ത മുത്തുപോലെയുള്ള അരി കാണുമ്പോൾ ഉമ്മച്ചിയുടെ മുഖത്ത് വിരിയുന്ന ആ സംതൃപ്തിയുണ്ടല്ലോ, അതാണ് ശരിക്കുള്ള ബർക്കത്ത്. ആ അരി കൊണ്ട് വെക്കുന്ന ചോറിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഈ കഥ സമാപ്തി. സ്നേഹത്തോടെ വരും കാലങ്ങളിലേക്ക്. മണ്ണും മനസ്സും ഒരുപോലെ പച്ചപ്പണിഞ്ഞു നിന്നിരുന്ന ആ പഴയ കാലത്തിന്റെ ഓർമ്മകൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്മ നിറഞ്ഞ ഇത്തരം കഥകളും ചരിത്രങ്ങളും ഇനിയും ഒട്ടേറെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ കൊച്ചു ലോകത്തിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പിന്തുണയും പുതിയ കഥകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് വലിയ കരുത്താണ്. കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. പടച്ചവൻ തന്നൊരു കനിവല്ലോ, പാടം നിറഞ്ഞൊരു കതിരല്ലോ, കുടുംബം പുലരാൻ വിയർപ്പല്ലോ, നല്ല കുളിരുള്ള കാറ്റും തുണയല്ലോ, ഒത്തൊരുമിച്ചങ്ങ് കൊയ്തല്ലോ നമ്മൾ മുറ്റത്തെ വൈക്കോൽ കുന്ന.